ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് നല്ല അടിപൊളി ഒരു ഇറച്ചിക്കറിൻ്റെ റെസിപ്പി ആട്ടോ. പെരുന്നാളൊക്കെ കഴിഞ്ഞ് എല്ലാവരും വീട്ടിൽ ഇറച്ചിയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ഗ്രേവിയോട് കൂടിയിട്ടുള്ളൊരു കറിയാണേ. അപ്പം നമ്മൾ ആദ്യം തന്നെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ എല്ലോട് കൂടി എടുത്തിട്ടുള്ള ഇറച്ചിയാണ് കേട്ടോ. എല്ലുണ്ടെങ്കിൽ ഭയങ്കര ടേസ്റ്റാണല്ലോ കറിക്ക്. അപ്പം നന്നായിട്ട് വൃത്തിയാക്കി കഴുകിയതിന് ശേഷം കട്ട് ചെയ്തെങ്ങാണ്ട് നമ്മൾ കുക്കറിൽ ഇട്ട് കൊടുക്കുക. അതിലോട്ടൊരു വലിയുള്ളി, ഇതുപോലെ തന്നെ കുറച്ചധികം ചുവന്നുള്ളി, മഞ്ഞൾപ്പൊടി, ഇത്തിരി വെളിച്ചെണ്ണി, ഉപ്പും ചേർത്തതൊന്ന് വേവിച്ചെടുക്കട്ടോ. വേവിക്കുമ്പോൾ അരക്കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുക. ബാക്കി വെള്ളമൊക്കെ ഉള്ളിൽ നിന്ന് ഇറച്ചിന്നൊക്കെ വരും. കൂടുതൽ വെള്ളം വരികയാണെങ്കിൽ നമുക്കത് വറ്റിച്ചെടുത്താൽ മതി. കുക്കറിലായതുകൊണ്ട് 4-5 വിസിൽ മതിയാവും. ഇറച്ചിയൊക്കെ നന്നായിട്ട് വെന്ത് വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് മസാലപ്പൊടി വറുത്തെടുക്കണം കേട്ടോ. അപ്പോൾ അതിനായിട്ടൊരു പാൻ ചൂടായി വരുമ്പോൾ അതിലോട്ട് കുരുമുളക് പൊടി, വലിയ ജീരകത്തിൻ്റെ പൊടി ഇട്ടൊന്ന് വറുത്തതിന് ശേഷം അതിലോട്ട് 2 സ്പൂണ് മല്ലിപ്പൊടി, 1/2 സ്പൂണ് മുളക് പൊടി ഇട്ട് നന്നായിട്ടൊന്ന് സിമ്മിലിട്ട് വറുത്തെടുക്കുന്നുണ്ട്. മറ്റ് മസാല കരിഞ്ഞു പോകും. അത് നന്നായിട്ട് വറന്ന് വരുന്ന സമയത്ത് നമുക്ക് അതിലോട്ട് ഒരു ഇച്ചിരി ഗരം മസാലയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് ഗ്യാസ് ഓഫാക്കി കൊടുക്കാം. ഇങ്ങനെ പൊടികളൊക്കെ വറുത്ത് വെക്കുമ്പോൾ കറിക്ക് പ്രത്യേക ഒരു കളറാട്ടോ. നല്ല ഭംഗിയുള്ളൊരു കളർ വരും. അതുകൊണ്ടാണ് ഇങ്ങനെ വറുത്തെടുക്കുന്നത്. ഈ പൊടിച്ച കുരുമുളകാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇതുപോലുള്ള കുരുമുളക് ചതച്ചെടുക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റില്ല. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കുരുമുളക് എടുക്കുന്നത്. ചൂടാറിയതിനു ശേഷം നമുക്ക് ചെറിയൊരു ജാറിലിട്ട് ഇതൊന്നായിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കട്ടോ. അങ്ങനെ നമ്മളെ ഇറച്ചിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഒരു പാനിൽ നമ്മൾ വറുത്ത പാനില്ലേ മസാലപ്പൊടി, ആയി തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. എന്നിട്ട് അതിലോട്ട് 2 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്തിട്ട് തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് ഉടയണം കേട്ടോ. അപ്പോൾ അതിനായിട്ടൊന്ന് അടച്ച് വെച്ചാൽ പെട്ടെന്ന് തന്നെ നമുക്ക് തക്കാളിയൊക്കെ ഉടഞ്ഞ് കിട്ടും. തക്കാളിയൊക്കെ വെന്ത് കഴിഞ്ഞാൽ നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള മസാലപ്പൊടി പൊടിച്ചെടുത്തിട്ടില്ല, അത് ഇതിലോട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കട്ടോ. ചെറിയ തീയിലിട്ടിട്ട് വേണം കേട്ടോ അതൊക്കെ ഒന്ന് വറുത്തെടുക്കാനും. മറ്റ് മസാല ഒക്കെ പെട്ടെന്ന് കരിഞ്ഞു പോവും. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇത് ഒരു പ്രത്യേക ഒരു കളർ വരും. അത് നല്ലൊരു സ്മെല്ലാണ് മസാല വറുത്ത് വരുമ്പോൾ തന്നെ. ആ ഒരു കളർ വരുമ്പോൾ നമുക്ക് അതിലോട്ട് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ഇറച്ചി വെള്ളത്തോടെ കൂടി തന്നെ അതിലോട്ട് ഒഴിച്ച് കൊടുക്കാം. അതൊന്ന് നന്നായിട്ട് തിളച്ച് വറ്റി കുറിഞ്ഞ് വരണം കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്ക് അതിലോട്ട് മല്ലിച്ചപ്പും പുതിനയും അതുപോലെ ചെറുനാരങ്ങ നീരും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം സിമ്മിലിട്ടുകൊണ്ട് നമുക്ക് ഗ്യാസ് ഒന്ന് എന്താ പറയുക, ഗ്യാസല്ല മൂടി അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുക. വെന്തതാണ്, എന്നാലും ഒന്ന് വെള്ളമൊക്കെ ഒന്ന് വറ്റി വരാൻ വേണ്ടി. പിന്നെ കൂടുതൽ വെള്ളം വേണം, കറി വേണം എന്നുള്ളവർക്ക് ഇതുപോലെ ആകുമ്പോൾ തിളച്ച് വരുമ്പോൾ തന്നെ ഗ്യാസ് ഓഫ് ആക്കി കൊടുക്കുക. നന്നായിട്ട് വറ്റി വരണമെന്നുണ്ടെങ്കിൽ മാത്രം കുറച്ച് നേരം ഒന്ന് സിമ്മിലിട്ട് അടച്ച് വെക്കുക. പിന്നെ തുറന്ന് വെച്ചൊന്ന് തിളപ്പിച്ചെടുത്താൽ നല്ല അടിപൊളി കറി ഇവിടെ റെഡിയായി വരും കേട്ടോ. ഇത് നമുക്ക് നെയ്ച്ചോറിൻ്റെ കൂടെ മാത്രമല്ല, നമ്മൾ സ്വന്തം റേഷനരിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. വെന്ത ചോറിൽ നല്ല ബീഫ് കറി ഒഴിച്ച് കഴിക്കാൻ പ്രത്യേക ഒരു ടേസ്റ്റ് അല്ലേ. കറിയൊക്കെ നന്നായിട്ട് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് ഓഫ് ആക്കി കൊടുക്കാം. അതിനുശേഷം വേണമെങ്കിൽ നമുക്ക് വെളിച്ചെണ്ണയിൽ തോമിച്ചൊഴിക്കട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ കറിവേപ്പിലയും പച്ചമുളകും ലാസ്റ്റ് ഒന്ന് ഇതിലിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അങ്ങനെ നമ്മൾ അടിപൊളി ഇറച്ചിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇറച്ചിക്കറി വരട്ടിയെന്നൊക്കെ പറയട്ടോ, ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടപ്പെട്ടാൽ പിന്നെ പറയണ്ടല്ലോ, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നല്ലൊരു വീഡിയോ ആയി വരുന്നവരെല്ലാവർക്കും ബൈ.